ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തുറവൂർ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രസന്നിധി. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് അടുത്ത് തുറവൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അങ്കമാലി മഞ്ഞപ്പുറ റോഡിൽ തുറവൂർ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് 800 മീറ്റർ സഞ്ചരിച്ചാൽ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുറവൂർ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ സാധിച്ചിട്ടില്ല. കിഴക്കോട്ട് ദർശനമായി വണരുന്ന സർപ്പരൂപഭാവത്തിലുള്ള സ്വയംഭൂവായ ബാലസുബ്രഹ്മണ്യനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ മഹാഗണപതിയെ ചെറിയൊരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൂടാതെ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ ചെറിയ ശ്രീകോവിലിനകത്ത് ദുർഗ, പരമശിവൻ, ശാസ്താവ് എന്നിവരുടെയും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ശ്രീകോവിലിന്റെ ഇടതുവശത്ത് ഒരു തറയിൽ ഭദ്രകാളിയെയും രക്തേശ്വരിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് മുൻപിൽ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഭദ്രകാളിയുടെ മറ്റൊരു പ്രതിഷ്ഠയുമുണ്ട്. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ 4 നടയിലുമുള്ള സർപ്പപ്രതിഷ്ഠ. കുമരക്കുളത്തപ്പനായ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ സർപ്പരൂപഭാവത്തിൽ ഇവിടെ കുടിയിരിക്കുന്നതിനാൽ ഭഗവാന്റെ സംരക്ഷണാർത്ഥം ക്ഷേത്രത്തിന്റെ 4 നടയിലും കാവൽക്കാരായി സർപ്പങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ 4 നടകളിലും സർപ്പപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തുറവൂർ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആറുമുഖനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പല ക്ഷേത്രങ്ങൾ നമ്മൾ ദർശിച്ചിട്ടുണ്ടാകാം. എന്നാൽ സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാൻ സർപ്പരൂപഭാവത്തിൽ സ്വയംഭൂവായി 4 നടകളിലും സർപ്പങ്ങൾ കാവലായി വാണരുളുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് തുറവൂർ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രസന്നിധി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം ചുറ്റിനും കാട് നിറഞ്ഞ വിസ്തൃതമായ ഒരു തടാകമായിരുന്നു. ഈ തടാകത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ധാരാളം ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അങ്ങനെ ഒരു നാൾ ഒരു ശിലാരൂപം തടാകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് ഈ ബ്രാഹ്മണർ ശ്രദ്ധിച്ചു. ആ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠരായവർ ആ ശിലാരൂപത്തിലെ സുബ്രഹ്മണ്യ ചൈതന്യം തിരിച്ചറിയുകയും കുളം നികത്തി ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. കുമാരക്കുളം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് കുമരക്കുളമായി രൂപാന്തരപ്പെടുകയായിരുന്നു. കുമാരനായ സാക്ഷാൽ സുബ്രഹ്മണ്യൻ ഒരിക്കൽ പ്രണവമന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ തൃപ്തനാവാതെ ലോക സൃഷ്ടാവായ ബ്രഹ്മാവിനെ തടങ്കലിലാക്കി. ഇതറിഞ്ഞ ശിവപാർവതിമാർ കുമാരൻ ചെയ്തത് ബ്രഹ്മഹത്യയേക്കാൾ വലിയ പാപമാണെന്ന് കുമാരനെ പറഞ്ഞ് മനസ്സിലാക്കുകയും കുമാരനെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയ കുമാരൻ ബ്രഹ്മാവിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി കുമാരൻ സർപ്പരൂപം പൂണ്ട് ഭൂമിയിൽ എല്ലായിടത്തും മണ്ണിന്റെ സ്പർശനമേറ്റ് ഇഴഞ്ഞു നടന്നു. ഭഗവാന്റെ ശരീരം ആകെ മണ്ണ് പുരണ്ട് ആകെ വല്ലാതെയായി. ഒടുവിൽ ഭഗവാൻ ഒരു മൺപുറ്റിനുള്ളിൽ ഒളിച്ചു. ആ മൺപുറ്റിലെ സർപ്പരൂപഭാവത്തിലാണ് കുമരക്കുളം ക്ഷേത്രത്തിലെ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ആയതിനാൽ കുമരംകുളത്തെ ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശനം ചെയ്ത് ഭഗവാന് അഭിഷേകം വഴിപാടായി സമർപ്പിച്ച് 6 വലം വെച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടും. കുമരക്കുളത്തപ്പൻ്റെ ഏറെ പ്രിയമുള്ള വഴിപാടാണ് അഭിഷേകം. ഭഗവാന് അഭിഷേകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ്.
കുമരക്കുളം ക്ഷേത്രത്തെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. എൻ്റെ കുട്ടി ചെറുതായിരുന്നപ്പോൾ ടി.വിയുടെ അസുഖം ആദ്യം കണ്ടു തുടങ്ങിയതായിരുന്നു. അപ്പോൾ ടി.വിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് ഒരു തവണ 6 മാസത്തേക്ക് ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ ഒരു 1.5 വയസ്സായപ്പോൾ വീണ്ടും ഈ കുട്ടിക്ക് പനി മാറാണ്ടായി. വീണ്ടും ഡോക്ടറിനെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വീണ്ടും ടി.വി തന്നെയാണ് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ച് മുരുകൻ്റെ നടയിൽ കിടന്നിട്ട് കുമരക്കുളം അമ്പലത്തിൽ അന്ന് ഉറക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞാൻ ഇതിൻ്റെ നടയിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ് പിറ്റേന്ന് രാവിലെ റിസൾട്ടായിട്ട് ഞങ്ങൾ ചെല്ലാണ്. അപ്പോൾ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സുനിൽ ഡോക്ടറിനോട് പോയി കാണാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. കൊണ്ടുപോയി കാണിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നേക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെ കുറച്ചു നേരം ഫ്രീ ആയിട്ട് നിങ്ങൾ വിട്, എന്നിട്ട് നിങ്ങളവിടെ മാറി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ തലേന്ന് ഉറക്കൊഴിച്ചിരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുരുകൻ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവരുത്. ഞാൻ അതുപോലെ ഈ നാട്ടിലോട്ട് വന്ന് നിങ്ങളുടെ മതം സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്നേക്കണതാണ്, എന്നെ കൈവിട്ടിട്ട് കളയരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 3 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിക്കാണ്. ഇയാൾ ഇങ്ങോട്ട് വായോ, കുട്ടിയുടെ കാര്യം പറയാനാണ്. നിങ്ങൾക്ക് ഏത് ഡോക്ടറാണ് ഇതിന് ടി.വിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞേക്കണത്? ഞാൻ പിന്നെ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ റിസൾട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് നിങ്ങളൊരു കാര്യം ചെയ്യും, 1 മാസത്തേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ട, കൊച്ചിനെ നിങ്ങൾ എല്ലാ ഇതിലും കുളിപ്പിക്കുക എല്ലാം ചെയ്യിക്കുക അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസം വരെ ഈ കൊച്ചിന് എല്ലാ ഫുഡുകളും കൊടുക്കും, ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അത് ആ 1 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ വീണ്ടും വിളിക്കാണ് കുട്ടീനെ കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഞങ്ങൾ ഇത് ഉറപ്പിച്ചു. ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് ഈ അസുഖം തന്നെയാണ്, മുരുകൻ ഞങ്ങളെ കൈവിട്ടു, ഞങ്ങൾക്ക് ഇനി ഒരു ആശ്രയം ഇല്ല എന്നുള്ളത് തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ് നിങ്ങളെ ഏതൊരു ഡോക്ടർ തെറ്റിദ്ധരിപ്പിച്ചാണ്. ഡോക്ടറെ പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എല്ലാത്തിനും ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ നല്ലോണം പ്രാർത്ഥിച്ച കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആ റിസൾട്ട് അങ്ങനെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. അതാണ് എൻ്റെ കുമരക്കുളത്തപ്പൻ. ആ കുമരക്കുളത്തപ്പനെ കുറിച്ച് എനിക്ക് ഒരുപാട് ഉണ്ട്. ഞാൻ ഒന്നുമില്ലാണ്ട് ഒരു വീട് പണിൻ്റെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയതാ. വെറും 2000 രൂപയെന്ന് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരുകൻ്റെ അനുഗ്രഹം മാത്രമാണ്, എൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ്. അതുപോലെ പല കാര്യങ്ങളിലും ഓരോ കാര്യത്തിലും ഞാനിവിടെ കണ്ണു നിറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ, അതിനൊരാഴ്ചക്കുള്ളിൽ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ എനിക്ക് ഒരു മടിയുമില്ല, ഒരു സന്തോഷം മാത്രമുള്ളൂ എപ്പോഴും. ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്ന ഒരാളാണ്. പിന്നെ അമ്പലത്തിൽ വന്ന് എന്ത് കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ കല്യാണം ഈ അടുത്താണ് നടന്നത്. അത് നടക്കാനേറെ കാരണം എന്ന് പറയണേ ഒരുപാട് ആലോചനകൾ വന്നായിരുന്നു. അതൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോവുക ചെയ്തായിരുന്നേ. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു ഷഷ്ടിയൂട്ട് നടത്തി കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം ഉറച്ച് കല്യാണം കഴിഞ്ഞ് അത് കുമരക്കുളത്തപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 16 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്നോടെ ഞാൻ ഇവിടെ ഒന്ന് തൊഴുതു പോകണമാണ്. അമ്പലത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് തൊഴും. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രോഗ്രാണത് അറിയപ്പെടുന്നത്. അന്നോടെ ഉയർച്ചയില്ലാണ്ട് ഒരു പരാജയം എനിക്കുണ്ടായില്ല. എൻ്റെ മോന് 10 വർഷമായിട്ട് മരുന്നൊന്നും കഴിച്ചിട്ട് മക്കളുണ്ടായില്ല. അതിൽ നിന്ന് ഞാനിവിടെ വന്ന് വഴിപാട് കഴിച്ചും എല്ലാ ഷഷ്ടിയും വ്രതം എല്ലാം എടുത്ത് എൻ്റെ മോന് 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മോനുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ വർഷവും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഷഷ്ടി വ്രതം എടുക്കും. സ്വന്തം ഷഷ്ടി ഒടുങ്ങി മുടങ്ങാതെ എല്ലാ ഷഷ്ടി എടുക്കും. അതിൽ പിന്നെ എൻ്റെ മോന് ജോലിയായി, നഴ്സിംഗ് ജോലിയായി, മോൻ്റെ ഭാര്യ നഴ്സിംഗായി. അവർ രണ്ടുപേരും പുറത്തു പോയി. മൂത്ത മോൻ്റെ ഭാര്യ കൊച്ചും പുറത്തു പോയി. ഇപ്പോൾ എൻ്റെ മോൻ വർഷമൊപ്പ് നടത്തുന്നു. ഇനി എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയുടെ എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇവിടെ. അപ്പം ഞാൻ എൻ്റെ അനുഭവം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, ഇവിടെ നിന്ന് സുബ്രഹ്മണ്യ സ്വാമിനെ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ശ്രീ കുമരക്കുളം ക്ഷേത്രം ഇവിടെ ഞാൻ 10 വർഷത്തിൽ കൂടുതലായി വന്നു തുടങ്ങിയിട്ട്. ഇവിടെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആംബിയൻസ് ആണ്. ഭയങ്കരമായിട്ട് ഒരു കൂളിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു തടസ്സങ്ങളൊക്കെ പതിയെ പതിയെ മാറുന്ന പോലെ. അപ്പോൾ നമുക്ക് പിന്നെയും വരാനായിട്ടുള്ള എന്താ പറയുക, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് വിളിക്കണ പോലൊരു തോന്നലൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉത്സവം ആവാറായി. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഇന്നൊരു ദിവസം വന്നത്. അപ്പോൾ ഇന്ന് ഷഷ്ടിയാന്ന് കൂടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ പോയിട്ട് തൊഴുതു. ഇപ്പം മുമ്പത്തെക്കാളും ഓരോ ദിവസം ചെല്ലുന്തോറും തിരക്ക് കൂടുതലായിട്ട് വരാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസം കൊണ്ടായിരിക്കണം ആൾക്കാർ പിന്നെയും പിന്നെയും വരാൻ തോന്നുന്നതും ഭഗവാനോടുള്ള ഇഷ്ടം തോന്നുന്നതും. കുമരക്കുളം സുബ്രഹ്മണ്യ സ്വാമിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പഴനി കഴിഞ്ഞിട്ട് പിന്നെ 4 മൂലയ്ക്കും സർപ്പവും ഒക്കെ ഉള്ള 3 ദുർഗാദേവി ഉണ്ട്.
സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. നമ്മൾ എന്ത് വിചാരിച്ചാലും നടത്തി തരും. ഒരു 2-3 കൊല്ലം അടുപ്പിച്ച് ഞാൻ ഷഷ്ടി നോക്കി. അതിന് ഫലമായിട്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ചോദിച്ചാലും നടത്തി തരും. നമ്മൾ വിശ്വാസത്തോടു കൂടി ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ, വഴിപാടുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും. അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്. അതുകൊണ്ട് അത് തന്നെ പറയാനുള്ളൂ. എനിക്കിവിടെ വന്നാൽ പ്രത്യേകിച്ച് നല്ലൊരു അനുഭവമാണ്. അത്ര നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും, അമ്പലം നല്ല പുരോഗതിയിലേക്ക് തന്നെയാണ് വരണേ. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചല്ലേ എല്ലാം. എന്നാലും നല്ലൊരു ക്ഷേത്രാന്തരീക്ഷവും, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് എല്ലാം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമിയാണ്. സർപ്പരൂപം പൂണ്ട സുബ്രഹ്മണ്യന്റെ അവസ്ഥ കണ്ട പാർവതി ദേവി തൻ്റെ മകനെ മൺപുറ്റിൽ നിന്നും തിരിച്ചു കിട്ടുന്നതിനായി മഹാദേവന്റെ ഉപദേശപ്രകാരം അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം. പാർവതി ദേവിയുടെ ഷഷ്ടി വ്രതത്തിൽ മനസ്സലിഞ്ഞ സുബ്രഹ്മണ്യൻ സന്തുഷ്ടനായി തിരിച്ചു വരികയും ചെയ്തു. ആയതിനാൽ കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ് ഷഷ്ടി. കർത്തവാവ് കഴിഞ്ഞു വരുന്ന വെളുത്ത ഷഷ്ടി ഏറെ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. അതുകൂടാതെ തുലാമാസത്തിലെ ഷഷ്ടി അഥവാ സ്കന്ദഷഷ്ടി, ഈ സ്കന്ദഷഷ്ടിയും ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ഷഷ്ടി ഊട്ടും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. മാംഗല്യ സൗഭാഗ്യത്തിനും ദീർഘസുമംഗലി യോഗത്തിനും സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ദീർഘായുസിനും സർവ്വ ഐശ്വര്യത്തിനും കുടുംബ അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഭക്തജനങ്ങൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് അത്യുത്തമമാണ്. മിക്കവാറും സ്ത്രീജനങ്ങളാണ് കൂടുതലും ഷഷ്ടിവ്രതം എടുക്കുന്നത്. ഷഷ്ടിവ്രതം എടുത്താൽ സുബ്രഹ്മണ്യ പ്രീതിക്കൊപ്പം പാർവതി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 30 വെള്ളിയാഴ്ചകളിൽ ഭഗവതിക്കും എല്ലാ മാസത്തിലെയും രോഹിണി നാളിൽ ഹനുമാൻ സ്വാമിക്കും വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു. അന്നേ ദിവസങ്ങളിൽ ഭഗവതിക്കും ഹനുമാൻ സ്വാമിക്കും നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉറപ്പാണ്. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സംരക്ഷണാർത്ഥം 4 നടയിലും സർപ്പങ്ങൾ കാവലുണ്ട്. ഈ സർപ്പങ്ങൾക്ക് എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു. അന്നേ ദിവസം ആയില്യം പൂജയിൽ പങ്കെടുത്ത് സർപ്പത്തിന് 100 പാലും വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ മുജ്ജമ്മ സർപ്പദോഷങ്ങൾ അകലുന്നതിനും സത്സന്താന ലബ്ധിക്കും ധനാഗമനത്തിനുമായി ആയില്യം പൂജയിൽ പങ്കെടുത്ത് സർപ്പത്തിന് 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് മുമ്പായി സർപ്പബലി നടത്തി വരുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ സർവ്വരോഗ ദുരിതങ്ങൾ അകലുന്നതിനും ത്വക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും സന്തതി പരമ്പരകളുടെ ദീർഘായുസിനുമായി സർപ്പബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. നിലവിൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോൾ നട തുറക്കും. അഭിഷേകത്തിന് ശേഷം എല്ലാ ദിവസവും പാല് അഭിഷേകം ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും വിശേഷമായിട്ട് ചെയ്യാറുണ്ട്. സാധാരണ അഭിഷേകങ്ങൾക്ക് പുറമെ ഒരു 9:30 അവസാനിക്കും സാധാരണ ദിവസങ്ങളിൽ. വൈകിട്ട് 5:30 നട തുറക്കും, 7:30 അവസാനിക്കും. ഇതാണ് സാധാരണ ഈ ക്ഷേത്രത്തിൻ്റെ രാവിലെ ഒരു പൂജ, വൈകുന്നേരം ഒരു പൂജ. വിശേഷ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് സമയം കൂടിയും ഒക്കെ ഭക്തരുടെ തിരക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പ്രവേശന സമയം നീട്ടാറുണ്ട്. പ്രധാനമായിട്ടും ഒരു അഭിഷേകപ്രിയനാണ് എന്ന് തന്നെ പറയാം. അഷ്ടാഭിഷേകം വളരെ വിശേഷമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് തന്നെയാണ് ഈ അഭിഷേകങ്ങളും നിവേദ്യങ്ങളും ഒക്കെ സാധാരണഗതിയിൽ ഉള്ളത്. വളരെ വിശേഷമായിട്ടുള്ള ഒരു നിവേദ്യമാണ് പാനകം. പാനകം പൊതുവെ രോഗ അവസ്ഥയിലുള്ളവർ കഴിക്കുന്ന ഒരു വഴിപാടുമാണ്. പാൽപ്പായസം വളരെ പ്രധാനമായിട്ടുള്ള നിവേദ്യമായിട്ടും കണക്ക് കൂട്ടുന്നുണ്ട്. കൂടാതെ മറ്റ് ദേവന്മാർക്ക് ഉപയോഗിക്കുന്ന നിവേദ്യങ്ങളൊക്കെ, കടുംപായസം, ശർക്കര പായസം തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ ഇവിടെ പതിവുണ്ട്. ഗണപതിക്ക് അവില്, മലര്, ശർക്കര, കദളിപ്പഴം തുടങ്ങിയ നാളികേരം എന്നിവ ഗണപതി നിവേദ്യം എന്ന് പറഞ്ഞ് അത് നടത്താറുണ്ട്. വെള്ള നിവേദ്യം കഴിക്കാറുണ്ട്. പ്രധാനമായിട്ടും നാളികേരം ഉടയ്ക്കാറുണ്ട്. പ്രധാനമായിട്ടും വിഘ്നങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് ഗണപതിക്ക് നടത്തുന്നത്. കന്നിമൂലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദുർഗ, ശിവൻ, ശാസ്താവ് എന്നീ 3 ഉപദേവതകളാണുള്ളത്. ദുർഗയ്ക്ക് പ്രധാനമായിട്ടും ഈ വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല ചാർത്താറുണ്ട്. അത് ഇവിടെ പ്രധാനമായിട്ടും കേട്ടുവരുന്നതാണ്. ശിവന് കൂവളമാല, ശാസ്താവിനും ഈ ശംഖുപുഷ്പം കൊണ്ട് ഒക്കെ മാല. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു ശ്രീകോവിൽ പണിത് ഹനുമാൻ സ്വാമിയെയും
തൊട്ടടുത്ത് തന്നെ ഒരു തറയിൽ രക്തേശ്വരി, ഭദ്രകാളി ഇവരുടെയും പ്രതിഷ്ഠയുണ്ട്. എതിർപ്പ് എന്നാണ് ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ ഈ ഭഗവതിമാരെ പറഞ്ഞിരുന്നത്. ഇപ്പോഴും പഴയ കാലത്തെ ആളുകളൊക്കെ എതിർപ്പ് എന്ന് തന്നെയാണ് പറയുന്നത്. എതിർപ്പിന് വെള്ളനേദ്യം ഒരു പ്രധാന വഴിപാടാണ്. അതുപോലെ തന്നെ കടുംപായസവും. പ്രധാനമായിട്ടും കുട്ടികൾക്ക്, ചെറിയ ശൈശവ അവസ്ഥയിലുള്ളവർക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ നേരുന്ന ഒരു വഴിപാടാണ് ഈ എതിർപ്പിന് വെള്ളം. അത് ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾക്ക് ഹനുമാന് വഴിപാട് കഴിക്കുന്നത് ഒരു പതിവാണ് ഈ പ്രദേശത്ത്. പ്രധാനമായും അവിൽ നിവേദ്യം, വെണ്ണ നിവേദിക്കുന്നതും വെറ്റിലമാല ചാർത്തുന്നതും ഒക്കെ പ്രധാനമായിട്ട് പറയാറുണ്ട്. സാധാരണ പൂമാലയ്ക്ക് പുറമെ വെറ്റിലമാല കൂടി എല്ലാ ദിവസവും ചാർത്താറുണ്ട്. എല്ലാ ദിവസവും അവിൽ നേദിക്കാറുണ്ട്. ഭക്തരുടെ വഴിപാടായിട്ടും ഈ അവിൽ നിവേദ്യവും ഇതും കഴിക്കാറുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ശ്രീകോവിലിന് ചുറ്റും ഒരു വള്ളി പോലെ ഇത് കെട്ടിയിട്ടുണ്ട്. ഇതിൽ കടലാസിൽ ചെറിയ ചെറിയ തുണ്ട് കടലാസുകളിൽ ജയ് ഹനുമാൻ, ജയ് ശ്രീറാം തുടങ്ങിയ ഹനുമാനെയും ശ്രീരാമനെയും പ്രകീർത്തിക്കുന്ന വാചകങ്ങൾ എഴുതി, അത് 10,001, 1001 തുടങ്ങിയ കണക്കിൽ അതിങ്ങനെ കോർത്ത് മാല പോലെ കെട്ടി ഈ ശ്രീകോവിലിന് ചുറ്റും ചാർത്താറുണ്ട്. വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് എന്നാണ് പൊതുവെ ആളുകൾ എല്ലാവരും ഇത് ചെയ്തു വരുന്നവരൊക്കെ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഭദ്രകാളി ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട് കുളപ്പുര ഭഗവതി എന്നുള്ള സങ്കല്പത്തിലാണ് ഇരിക്കുന്നത്. ഇത് ക്ഷേത്രം ആരംഭിച്ച കാലം മുതൽ അവിടെ ഉള്ളതാണ് എന്നാണ് പ്രശ്നത്തിലൂടെ മനസ്സിലാവുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ഉപദേവതകൾ എന്ന് പറഞ്ഞാൽ ഗണപതിയും അതുപോലെ ഈ മുൻവശത്തിരിക്കുന്ന ഭദ്രകാളിയുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത് പുണർതം നാളിലാണ്, തൈപ്പൂയത്തിൻ്റെ തലേ ദിവസം. ആ പുണർതം നാള് ഈ ഭഗവതിക്കയുടെ പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ആ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഒരു വിശേഷാൽ പൂജ നവകത്തോടുകൂടി നടത്തും. വൈകിട്ട് അതിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണവും നടത്തുന്നുണ്ട് ഭക്തരുടെ വകയായിട്ട്. അത് നൂറുകണക്കിന് ആളുകൾ പൊങ്കാല സമർപ്പിക്കാനായി ഇവിടെ എത്താറുണ്ട്. തുടർന്ന് വൈകുന്നേരം കളംപാട്ടും കളമെഴുത്തും പാട്ടും അതുപോലെ തന്നെ വിശേഷാൽ പൂജയും ദീപാരാധനയും ഒക്കെ അവിടെ പ്രത്യേകമായിട്ട് അന്നേ ദിവസം നടത്താറുണ്ട്. ഈ ക്ഷേത്രം ശൈവ, വൈഷ്ണവ, ശാക്തേയ ചൈതന്യങ്ങൾ പൂർണ്ണമായിട്ടും ഉള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ ഒരു സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉള്ളതായിട്ടാണ് പ്രശ്നവിധി പ്രകാരം ഉള്ളത്. മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. എല്ലാ മാസവും മലയാള മാസവും 1-ാം തീയതി മഹാവിഷ്ണുവിന് വലിയമ്പലത്തിൽ പത്മമിട്ട് പൂജ നടത്താറുണ്ട്. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ പൂയം നാളിലാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഉത്സവം കാർത്തിക കൊടിയേറി പൂയം ആറാട്ട് ആയിട്ടാണ് നടക്കുക. 6 ദിവസത്തെ ഉത്സവമാണ്. ഈ 6 ദിവസത്തെ ഉത്സവമായിട്ട് മാറിയിട്ട് ഇപ്പോൾ ആദ്യം മുടങ്ങിയതിന് ശേഷം അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒരു 10-20 വർഷത്തിൽ മേലെ ആയിട്ടുള്ളൂ അങ്ങനെ വന്നിട്ട്. ഇപ്പോൾ സാമാന്യം നല്ല രീതിയിൽ ഉത്സവ ചടങ്ങുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. മാണിക്യമംഗലം, മഞ്ഞപ്ര, വേങ്ങൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വരും. ലാസ്റ്റ് ഉത്സവത്തിൻ്റെ തൈപ്പൂയ ദിവസമൊക്കെ ഉച്ചയ്ക്കും വൈകിട്ടും ധാരാളം ജനങ്ങളുണ്ടാവും. വൈകിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരെ ധാരാളം ഇവിടെ തടിച്ചുകൂടും അന്നത്തെ ദിവസം. അന്ന് വൈകിട്ട് താലം, കാവടി, ഘോഷയാത്രയൊക്കെ ഇവിടെ വന്ന് ഗ്രൗണ്ടിലൊക്കെ കുറേ അധികം സമയം കാവടി ആടി വൈകുന്നേരത്തെ ഭസ്മക്കാവടിയോടുകൂടിയാണ് ആ പരിപാടി അവസാനിക്കുന്നത്. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശനം ചെയ്യാൻ കഴിഞ്ഞത് വലിയ പുണ്യമായി കരുതുന്നു. കുമരക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഭിഷേക പ്രിയനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങി, ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ കന്നിമൂലയിലെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി, ദുർഗ പരമേശ്വരൻ ശാസ്താവ് എന്നിവരുടെ അനുഗ്രഹവും, വായുവേഗത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും, രക്തേശ്വരിയുടെയും
ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി